വേസ്റ്റ് എല്ലാം കൂടെ ഏതെങ്കിലും കവറിൽ കെട്ടി കളഞ്ഞാ പോരെ. സ്ഥലമില്ലാത്ത സ്ഥലത്തെ ഒരു ബയോ കമ്പോസ്റ്റ്. ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ വാങ്ങിച്ചിടാൻ വീട്ടിൽ സ്ഥലമുണ്ട്. ഏറ്റവും ആവശ്യമായ ബയോ കമ്പോസ്റ്റ് വെക്കാൻ മാത്രം ഇടവില്ല. ഇനി ഈ കമ്പോസ്റ്റിന്റെ നാറ്റം ആര് സഹിക്കും? പോരാത്തതിന് പുഴു കമ്പോസ്റ്റിനകത്തല്ലേ, ആർക്കും ഒരു ശല്യമില്ല. അസുഖം പരത്തുന്ന കൊതുവും പാറ്റയും എലിയൊക്കെ പുറത്തുണ്ട്. എന്നിട്ട് നമ്മളുണ്ടാക്കുന്ന മാലിന്യം നശിപ്പിച്ച് വളവാക്കുന്ന പുഴുവാണ് ഇപ്പൊ കുഴപ്പക്കാരൻ. പുഴു എന്റെ മനസ്സിന്റെ പ്രശ്നമായിരിക്കും, പക്ഷെ നാറ്റവും ആരോഗ്യ പ്രശ്നവും കാരണം പണ്ട് കക്കൂസ് വീടിന് വെളിയിലായിരുന്നു. വിളിക്കിരിക്കുക എന്നാ പറയുന്നത്. ഇപ്പൊ സൗകര്യം കൂടിയപ്പോ കക്കൂസ് വീട്ടിനകത്തേക്ക് വന്നു. എന്നിട്ട് നാറ്റം ഉണ്ടോ? അങ്ങനെ കക്കൂസ് വൃത്തിയായി സൂക്ഷിക്കുന്ന പോലെ ഇതും സൂക്ഷിച്ചാൽ മതി. ഇതിനൊക്കെ ആർക്കാ സമയം? സകല സീരിയലും കുത്തിയിരുന്ന് കാണാൻ സമയമുണ്ടല്ലോ. മുടന്ത ന്യായങ്ങൾ മാറ്റിവെച്ച് നമ്മുടെ വീടുകളിൽ തന്നെ ബയോ കമ്പോസ്റ്റ് ഉപയോഗിച്ച് ജൈവമാലിന്യം സംസ്കരിക്കുന്നത് ശീലമാക്കാം. നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ നല്ല മാറ്റത്തിനായി ശുചിത്വ മിഷനോടൊപ്പം കൈകോർക്കാം.